രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം 6000 രൂപ വീതമാണ് ലഭിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രി എൻറോൾമെന്റ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായി കൃഷിഭവനിൽ നേരിട്ട് എത്തണമെന്നായിരുന്നു അറിയിപ്പുകൾ ഉണ്ടായിരുന്നത്. ഇതിലേക്ക് എൻറോൾമെന്റിനായി വൈകാതെ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരുമെന്നാണ് അറിയിപ്പുകൾ. ഇതോടെ കൃഷിഭവനിൽ മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രി ചേരാൻ സാധിക്കുന്നതാണ്. കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ 31 മുമ്പായി ഇത് പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം. കൃഷിഭവനിൽ മാത്രമാണ് നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉള്ളത്. അതിനാൽ കൃഷിഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റ് ജോലികൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതോടെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതുമാണ്. കൃഷിഭവനിൽ ഈ സേവനം സൗജന്യമായാണ് നൽകിയിരുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഇത് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ സർവീസ് ചാർജ് ഈടാക്കുന്നതുമായിരിക്കും. ആധാർ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, കരമടച്ച സർട്ടിഫിക്കറ്റ് എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രി. ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. PM കിസാൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. PM കിസാൻ പദ്ധതിയിൽ ഇല്ലാത്ത കൃഷിഭൂമി ഉള്ളവരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും വായ്പകളും കർഷക രജിസ്ട്രിയിലൂടെയായിരിക്കും ലഭിക്കുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതുമായിരിക്കും. നിലവിൽ കൃഷിഭവനിൽ നേരിട്ടെത്തിയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഈ സേവനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇവ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക. കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പുകളും വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അറിയിപ്പുകൾ കിട്ടുന്നതനുസരിച്ച് ഇവ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുമാണ്.